ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ജീവിതത്തിൽ പല നിലക്കുള്ള സമ്പാദ്യങ്ങൾ നമുക്ക് സാധ്യമാണ്. സൽപ്പേര് നമുക്ക് സമ്പാദിക്കാം, കുടുംബത്തിന്റെ അച്ചടക്കം നമുക്ക് സമ്പാദിക്കാം, നല്ല സന്താനങ്ങളെ നമുക്ക് സമ്പാദിക്കാം, കൃഷി നമുക്ക് സമ്പാദിക്കാം, ഭൂമി സമ്പാദിക്കാം, നാട്ടിലെ സ്ഥാനമാനങ്ങൾ നമുക്ക് സമ്പാദിക്കാം, പദവികളും അതുപോലെ തന്നെ പല രീതിയിലുള്ള ജനങ്ങളുടെ അംഗീകാരങ്ങളും സമ്പാദിക്കാം, പണം സമ്പാദിക്കാം. പക്ഷെ സമ്പാദ്യം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് പണം സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ്. സമ്പാദ്യമായി സ്വർണവും വെള്ളിയും കൂട്ടിവെക്കുന്ന ആളുകളുണ്ട്. ഏത് നിലക്ക് നോക്കിയാലും സമ്പാദ്യം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണെങ്കിൽ ആ വിഷയം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. സമ്പാദ്യത്തിന് അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും എതിരല്ല. സമ്പാദ്യം അള്ളാഹിന്റെ പൊരുത്തത്തിലാവണം എന്ന ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. റബ്ബിന്റെ പൊരുത്തത്തിലായുള്ള എല്ലാം നമുക്ക് സമ്പാദിക്കാം. ചില കുറിപ്പുകളൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വരികളായി പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഏറ്റവും വലിയ സമ്പാദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമ്പാദ്യമായിട്ടാണ് നമുക്കത് തോന്നിയിട്ടുള്ളതെങ്കിൽ അത് പരിഗണിക്കപ്പെടേണ്ടതും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമായ കാര്യമാണ്. സമ്പാദ്യം അള്ളാഹിന്റെ മാർഗത്തിലാവണം, അള്ളാഹിന്റെ പൊരുത്തത്തിലാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്വഹാബികളുമായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോവാണ്. ആ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവതരിക്കുകയാണ്. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സമ്പാദ്യം അള്ളാഹുവിന്റെ ദീൻ പറയുന്ന നിബന്ധനകൾക്ക് പുറത്തുള്ള രീതിയിൽ, നിബന്ധനകൾക്ക് വിധേയമല്ലാത്ത രീതിയിൽ സ്വർണവും വെള്ളിയും യഥേഷ്ടം സമ്പാദിക്കുന്ന മനുഷ്യരെ വിമർശിച്ചുകൊണ്ടും അവരെ പ്രത്യേകം എടുത്തു ഉദ്ധരിച്ചുകൊണ്ടും ഖുർആനിന്റെ ആയത്ത് അവതരിക്കാൻ. വല്ലദീന യക്നുസൂന ദഹബ വൽ ഫിദ്ദ എന്ന് തുടങ്ങുന്ന ആയത്ത്. സ്വർണവും വെള്ളിയും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ നിബന്ധനക്ക് വിരുദ്ധമായി സമ്പാദ്യമാക്കി വെക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് ഈ ആയത്ത് ഇറങ്ങാം. ഈ ആയത്ത് ഒരു യാത്രവേളയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. മഹാനായ സ്വഹാബി ശ്രേഷ്ഠൻ തൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും ഉണ്ട് യാത്രയിൽ. ഈ ആയത്ത് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ കൂടെ ഞങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ചില സ്വഹാബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച തുടങ്ങി. അവര് പറഞ്ഞു, ഉൻസില ഫി ദഹബി വൽ ഫിദ്ദത്തി മാ ഉൻസില. സ്വർണവും വെള്ളിയും ഒക്കെ സമ്പാദ്യമാക്കി വെച്ചവരോട് അത് റബ്ബിന് പൊരുത്തമല്ലാത്ത രീതിയിൽ ഇസ്ലാമിക ശറഇന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമായ രീതിയിൽ സംഭവിക്കുന്നിടത്ത് ഖുർആൻ ഇത് വിമർശിച്ച് പറഞ്ഞുവെങ്കിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിഷയത്തിൽ സമ്പാദ്യമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനി ഇതിനപ്പുറം വേറൊന്നും കിട്ടാനില്ല. സ്വഹാബികൾക്ക് പേടി വന്നു. സ്വഹാബികൾക്ക് സൂക്ഷ്മത കൂടുതലുള്ളത് കൊണ്ട് ഇനിയുള്ള സമ്പാദ്യം സ്വർണവും വെള്ളിയും എന്ന തലം വിട്ട് വേറെ ഏതെങ്കിലും ഒന്ന് ചിന്തിച്ചാലോ എന്ന് ആലോചിച്ചു. തെറ്റുണ്ടായിട്ടല്ല. അള്ളാഹുവിന്റെ ഖുർആൻ സ്വർണം വെള്ളിന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ട് മത നിയമങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ സമ്പാദ്യമാക്കിയവരെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ പോലും സ്വർണവും വെള്ളിയും അള്ളാഹു എടുത്ത് പറഞ്ഞതാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ടല്ലോ, ചോദിക്കാമെന്ന് തീരുമാനിച്ചു. സ്വഹാബികൾ ചെന്നുകൊണ്ട് ചോദിക്കാൻ തുടങ്ങി, ലൗ അലിംനാ അയ്യുൽ മാലി ഖൈറു ഫനത്തഖിദഹു. നബിയെ, സ്വർണവും വെള്ളിയുമല്ലാത്ത വേറെ ഏതെങ്കിലും മുതല് സമ്പാദ്യമാക്കാൻ സാധ്യമാകുമെങ്കിൽ ഖൈറായ അങ്ങനത്തെ ഏതെങ്കിലും മറ്റൊരു മുതലിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മറുപടി കേട്ടോളൂ. സ്വർണവും വെള്ളിയും വിമർശിക്കപ്പെട്ട രണ്ട് വസ്തുക്കളാണ്. ഖുർആൻ പേരെടുത്ത് പറഞ്ഞല്ലോ. അത് മത നിയമത്തിന് വിരുദ്ധമായി സമ്പാദിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് സൂക്ഷ്മതയുണ്ട് നബിയെ. ചോദിക്കട്ടെ ഹബീബേ, സ്വർണവും വെള്ളിയുമല്ലാത്ത മറ്റേതെങ്കിലും ഖൈറായ വസ്തുവിനെ സമ്പാദ്യമാക്കാൻ ഒരു അഭിപ്രായം പറഞ്ഞാലും അവിടുന്ന് പറയാൻ തുടങ്ങി, അഫ്ളലുഹു, നല്ല സമ്പാദ്യമുണ്ട് സ്വഹാബാ. 4 കാര്യങ്ങളാ പറഞ്ഞു കൊടുത്തത്. ഈ ഹദീസിന്റെ റിവായത്തിൽ 3 നമുക്ക് കാണാനുള്ളത്. 4ാമത് മറ്റൊരു റിവായത്തിലുണ്ട്. നല്ല സമ്പാദ്യമുണ്ട്, അത് 4 സ്വഹാബ. ഒന്നാമത്തേത് ലിസാനുൻ ദാകിറുൻ
ദിക്ർ ചൊല്ലുന്ന നാവുണ്ടോ എന്നാൽ ഏറ്റവും നല്ല സമ്പാദ്യം അതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ ചൊല്ലുന്ന നാവ് അത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. രണ്ടാമത്തെ സമ്പാദ്യം ഖൽബുൻ ശാകിറുൻ, നന്ദിയുള്ള മനസ്സ്. ആരോട് നന്ദി? ആരോടെല്ലാം കടപ്പെട്ടിട്ടുണ്ടോ അവരോടൊക്കെ നന്ദി വേണം. ഒരു ഹദീസിലുണ്ടല്ലോ, ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ ഒരിക്കലും അള്ളാഹുവോട് നന്ദി കാണിക്കാത്തവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ പറയില്ലേ, അയാൾക്ക് എന്ത് ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല, അയാൾക്കൊരു നന്ദിയില്ല. നമ്മുടെ മനസ്സിൽ നന്ദി വേണേ. നന്ദിയുള്ള മനസ്സ് വലിയ സമ്പാദ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് എന്ത് ചെയ്ത് കൊടുത്തിട്ടും നന്ദിയില്ലാത്തവൻ. ഇത് ജനങ്ങൾ പറയുന്ന ഒരവസ്ഥയിൽ എത്താതിരിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ സമ്പാദ്യം ഇന്നത്തേക്കും നാളത്തേക്കുള്ള സമ്പാദ്യം. രണ്ടാമത്തേത് നന്ദിയുള്ള മനസ്സാണ് എങ്കിൽ മൂന്നാമത്തെ സമ്പാദ്യം കേട്ടോ, വസൗജത്തും മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, തന്റെ ഈമാനെ നിലനിർത്താൻ തന്നെ സഹായിക്കുന്ന മൂമിനത്തായ ഭാര്യ, മൂമിനായ ഭർത്താവ്. ഇത് ഏറ്റവും വലിയ സമ്പാദ്യമാ. മൂന്നാമത്തെ സമ്പാദ്യത. നാലാമത്തെ സമ്പാദ്യം ഈ റിവായത്തിലില്ല, മറ്റു പല റിവായത്തിലുമുണ്ട്. വബദനുൻ സാബിറുൻ അലൽ ബലാ, അള്ളാഹു തരുന്ന വിഷമങ്ങൾ, ഇടങ്ങേറുകൾ, പ്രയാസങ്ങൾ ഇത് അല്ല തന്നതാണെന്ന വിചാരത്തോടെ അതിൽ ക്ഷമിക്കാൻ കഴിയുന്ന ക്ഷമാശീലമുള്ളവർക്ക് ആ ക്ഷമ ഒരു സമ്പാദ്യമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ദിക്റാണ്. ദിക്ർ ചൊല്ലുന്ന നാവ് അതൊരു ഭാഗ്യമാ. ദിക്ർ ചൊല്ലുന്ന നാവ് ഒരു ഭാഗ്യമാ, വലിയ സമ്പാദ്യമാ. ഒരുപാട് വർത്താനം പറയുന്നവരല്ല നമ്മൾ, സംസാരം ഒരുപാട് അധികരിക്കുന്നവരാ നമ്മൾ. അങ്ങനെയുള്ള നമുക്ക് ഇതൊരു ശീലമാക്കാവുന്നതാണ്. അതൊരു സമ്പാദ്യവും. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ, മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു. ഒരുപാട് വർത്താനം പറയുന്നവരെ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ പാപങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പാപങ്ങൾ കൂടിയാൽ ഹൃദയത്തിന് കടുപ്പം വരാണ്. ഹൃദയത്തിന് കടുപ്പം വന്നാൽ ദഖലന്നാറ, അവൻ നരകത്തിലേക്കുള്ളവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തിന് കടുപ്പം വരാന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഇല്ല എന്നാണ്. അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് ഈമാൻ തരട്ടെ. നാവിൽ നമുക്ക് ദിക്റാണ് വരുന്നത് എന്ന അവസ്ഥയിലേക്കൊന്ന് പരിശീലിക്കേണ്ടതുണ്ട്. ദിക്ർ വരണം നാവിൽ. നമ്മളിങ്ങനെ ആ ഒരു രംഗത്തേക്ക് ശരീരത്തെ ഒന്ന് പരിശീലിപ്പിച്ചു കൊണ്ടുവന്നാൽ എല്ലാം ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാം ദിക്റാണ്. റബ്ബിനെ ഓർക്കാൻ പറ്റുന്ന എല്ലാം ദിക്റാണ്. അത് നാവിലൂടെയുള്ള ഏത് വർത്താനവും ദിക്റാക്കാം നമുക്ക്. അള്ളാഹുവിന്റെ പൊരുത്തമുള്ള എല്ലാ വർത്താനവും ദിക്റാണ്, എല്ലാ പ്രവൃത്തിയും ദിക്റാണ്. അള്ളാഹിന്റെ പൊരുത്തം ഉണ്ടാവണം, അള്ളാഹിനെ ഓർക്കാൻ പറ്റുന്നതായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു അലങ്കാരമായി അള്ളാഹു തന്നതാ നാവ്. അത് ദിക്റിനാണ് ഉപയോഗിക്കുക. അങ്ങനെ ഒരു പതിവാ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഈ നമ്മുടെയൊക്കെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ഷർട്ടിന് ഇടത് വശത്താണ് മിക്കവാറും പോക്കറ്റ് വെക്കാം. ഇടത്തെ വശത്തെ പോക്കറ്റ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് വലതുവശത്ത് ആയിക്കൂടെ? അല്ല, നമ്മുടെ ശരീരത്തിന്റെ അധികം ആളുകളുടെയും ഒരു പരിശീലനം വലത് കൈ കൊണ്ട് എന്തെങ്കിലും എടുക്കുക, പിടിക്കുക, കൊടുക്കുക, ആ ഒരു രീതിയാണ്. അങ്ങനെയെങ്കിൽ എടുക്കാനും പിടിക്കാനും വലത് കൈയിന്റെ ഒരു സൗകര്യം ഇടതുവശത്ത് പോക്കറ്റ് വരല്ല. വലതുവശത്തെ പോക്കറ്റിൽ നിന്ന് എടുക്കൽ പ്രയാസമാണ്. അതിനേക്കാൾ എളുപ്പമാണ് ഇടതുവശത്തെ പോക്കറ്റ് ആണെങ്കിൽ. അപ്പൊ വലത്തെ കൈയിന്റെ ഒരു ശീലമായി പോയി. അങ്ങനെ ഇത് നമ്മുടെ ശരീരം പരിശീലിച്ചു പോന്നതാ ചെറുപ്പം മുതലേ. അങ്ങനെ പലതുണ്ട്. പരിശീലനം കൊണ്ട് കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ എത്രയാണ്. എന്നാൽ നമ്മൾ പരിശീലിപ്പിക്കേണ്ട ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ അവയവം ഒന്ന് നന്നായാൽ നമ്മൾ മുഴുവനും നന്നായി. ഇമാം തുർമുദിയുടെ ജാമിഅയിൽ തന്നെ ആ ഹദീസ് കാണാം. നമ്മുടെ ശരീരത്തിന്റെ നാം കണ്ടതും കാണാത്തതുമായ എത്ര അവയവങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ എത്ര അവയവമുണ്ട്? കണ്ണ്, കാത്, കാല്, മൂക്ക്, നാക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എണ്ണിപ്പറയാവുന്ന കുറച്ച് അവയവങ്ങൾ മാത്രമേ ബാഹ്യമായി നമുക്ക് കാണാനുള്ളൂ. എന്നാൽ നാം കാണാത്ത എത്രയോ അവയവങ്ങൾ, എത്ര ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അകത്തുണ്ട്. എത്ര അവയവങ്ങൾ? കിഡ്നി, കരള്, എത്ര അവയവങ്ങൾ.
അള്ളാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ. ഈ അവയവങ്ങൾക്ക് മുഴുവനും ഒരു പ്രത്യേകമായ രൂപവും ഭാവവും കോലവുമെല്ലാം വരും. എന്നിട്ട് ഓരോ പ്രഭാതത്തിലും ആദം സന്തതിയുടെ നാവിന്റെ മുന്നിലേക്ക് വരും. ഈ അവയവങ്ങളെല്ലാവരും ഒരു അപേക്ഷ വെക്കും ഓരോ പ്രഭാതത്തിലും. യാ ലിസാനു ഇത്തഖില്ലാഹ ഫീനാ, നാവേ ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹനെ പേടിക്കണം നാവേ. നാവിനോട് ഒരു അപേക്ഷ വെക്കും. തുകഫിറുൽ ലിസാൻ, നാവിനോട് ഒരു അപേക്ഷ പറയും. വതഖൂലു, എന്നിട്ട് എല്ലാ അവയവവും പറയാൻ തുടങ്ങും, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹനെ പേടിക്കണം. കാരണം എന്തെന്നറിയോ? ഫഇന്നാ നഹ്നു ബിക, ഞങ്ങളുടെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത് നിന്റെ കാര്യത്തെ പരിഗണിച്ചുകൊണ്ടാ. നീ നന്നായാൽ ഞങ്ങൾ നന്നായി നാവേ, നീ വളഞ്ഞാൽ ഞങ്ങളും വളഞ്ഞു നാവേ. ഇത് പറയാത്ത ഒരു പ്രഭാതവും ഈ ഭൂമി കണ്ടിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദ് അൽ ഖുദ്രി തങ്ങളിൽ നിന്നും ഇമാം തുർമുദി ജാമിഉൽ ഈ ഹദീസ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഹൃദയം നന്നാവാനും നാവാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ നാവിനെ നമ്മളൊന്ന് പരിശീലിപ്പിക്കണം. എങ്ങനെ? ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പറയുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ ആ ശീലത്തിൽ നിന്ന് ആവശ്യം ഉള്ളത് മാത്രം പറയുകയും പറഞ്ഞോടത്ത് അള്ളാന്റെ പൊരുത്തം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന ശീലം നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആ പറയുന്നത് ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർക്കാൻ പറ്റുന്നല്ല. നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നത് നിർത്തിയിട്ട് ആവശ്യമുള്ളത് മാത്രം പറയുകയും പറയുന്നതിന്റെ ഒരു നിമിഷം മുന്നേ ഒന്ന് ചിന്തിക്കണം, ഞാൻ ഈ പറയാൻ പോകുന്നതും പറഞ്ഞു പൂർത്തീകരിക്കേണ്ടതുമായ കാര്യത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടോ? ഇങ്ങനെ ചിന്തിച്ചിട്ട് വർത്താനം പറയാൻ പറ്റാ. അങ്ങനെ ഒരു 10 ദിവസം നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ 11ന്റെ അന്ന് നമ്മൾ നന്നാവും. ഒന്ന് ശീലിച്ചുകൂടെ നമുക്ക്? അതൊരു വലിയ സമ്പാദ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചിന്തിച്ച് അള്ളാഹ്ക്ക് പൊരുത്തുള്ളത് മാത്രമേ ഞാൻ പറയൂ എന്ന ഒരു ശബ്ദം നിർവഹിക്കുന്ന, ഒരു പ്രതിജ്ഞ നിറവേറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വായിൽ വരുന്ന മുഴുവനും ദിക്റാ. ഇതൊരിക്കലും നിർബന്ധമുള്ള സാധനമല്ല വായിൽ കിടക്കുന്നത്. അള്ളാഹു ഒരു അലങ്കാരമായി തന്നതാ. ഏത്? നമുക്ക് വർത്താനം പറയാനുള്ള കഴിവ് അള്ളാഹു ഒരു അലങ്കാരമായി തന്നതാ. അലങ്കാരം അധികമായാൽ അലമ്പാണ്, വൃത്തികേടാണ്. ഒരുപാട് വർത്താനം പറയൂലോ, ബുദ്ധിയില്ലാത്തവൻ ഒരുപാട് വർത്താനം പറയാന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത വർത്താനം പറയുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. കണ്ടതും കേട്ടതും ഒക്കെ പറയാം, ഒരു ലെവലുമില്ല. അലങ്കാരം അമിതമായാൽ അഭംഗിയാണ്, അല്ലേ? നമ്മുടെ ശരീരത്തില് അലങ്കാരത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിക്കുന്നു എന്ന് വെക്കാം. വേണ്ട, ശരീരം അവിടെ നിൽക്കട്ടെ. നമ്മുടെ വീട് അലങ്കാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ചിത്രപ്പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വെക്കാം. ആ അലങ്കാരം എന്നത് അമിതമായാലോ അലമ്പാണ്, വൃത്തികേടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തില് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് ഒരു പോക്കറ്റ് എന്നതൊരു അലങ്കാരമാണ്. ശരീരം നിറച്ച് പോക്കറ്റാണ്, ഇട്ടിരിക്കുന്ന വസ്ത്രം മുഴുവനും മുന്നിലും പുറകിലും ഒക്കെ പോക്കറ്റാണ്. ഒരു പേന കുത്തി വസ്ത്രം ധരിച്ചു പോകുന്ന ആള് പോക്കറ്റിൽ ഒരു പേന കുത്ത എന്നത് ഒരു ഭംഗിയാണ്. ഒരു വാച്ച് കെട്ട എന്നത് ഭംഗിയാണ്. കൈയും കാലും ചെവിയും ഒക്കെ വാച്ച് കെട്ടിക്കഴിഞ്ഞാൽ അലങ്കാരം എന്ന് പറഞ്ഞാൽ അത് അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ അഭംഗിയാണ്. അതുകൊണ്ട് അലങ്കാരമായ നിന്റെ നാവ് അത് അള്ളാന്റെ മാർഗത്തിലാവണം. എപ്പോഴും നിന്റെ സംസാര ശക്തി ഒരു അലങ്കാരമാണ്. വസ്സുകൂത്ത് എന്നാൽ സംസാരത്തിൽ മിതത്വം പാലിക്കാ എന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ടതാണോ അല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആവശ്യത്തിന് മാത്രം വർത്താനം പറയാ എന്നത് സലാമത്തുൻ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ ആപത്തുകൾക്കും സുരക്ഷിതത്വമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കാം. അതുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ഹദീസ് ഞാൻ ചേർത്ത് പറയട്ടെ. മഹാനായ ഇമാം ഇബ്നു അബീ ശൈബ അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നുണ്ട്, മൻ സമത നജാ, മൻ സമത നജാ. വിവേകത്തോടുകൂടെ വർത്താനം പറയുകയും പറയുന്ന കാര്യം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നവൻ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ എല്ലിന്റെ ഇടയിലുള്ള ചെറിയ അവയവം
തെറ്റ് ചെയ്യില്ലെന്ന് ആരെനിക്ക് ഉറപ്പു തരുന്നു അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് കൊടുക്കുന്നു എന്നാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് നാവിനെ പരിശീലിപ്പിക്കണം. എന്തിനു വേണ്ടി? ദിക്ർ ചെല്ലാൻ വേണ്ടി നമ്മൾ പരിശീലിപ്പിക്കണം. കണ്ടോ, ഏറ്റവും വലിയ ഒരു അമലിനെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത് കണ്ടോ, ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. ഒരു രസകരമായ അവതരണമാണ് ആ ഹദീസിന്റെ ക്രോഡീകരണം തന്നെ. നമ്മൾ ചിന്തിച്ചു പോകും. ഒരു കുഞ്ഞേ കാര്യം പറയാൻ വേണ്ടിയിട്ട് ആൻസർ, ഒരു ചെറിയ ഉത്തരം പറയാൻ വേണ്ടി, ഒരു ചെറിയ ഉത്തരത്തിന് വേണ്ടി ഒരേ ആശയത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. ഉത്തരം വളരെ ലളിതമായ ഉത്തരം. ചോദ്യവും ഉത്തരവും പറഞ്ഞു തന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യം ഇത്രയും ആവർത്തിച്ച് വന്നിട്ട് ഉത്തരം, ഒരു കുഞ്ഞേ ഉത്തരം പറയുമ്പോ ആ ഉത്തരത്തിൽ പരാമർശിക്കപ്പെട്ട ആശയത്തിന് അത്ര കണ്ട് പ്രാധാന്യമുണ്ടെന്ന, അത് ഭാഷയുടെ ഇസ്തിലാഹ് അങ്ങനെയാണ്. ഞാനതാ ഹദീസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താണ് ഹദീസ് എന്ന് കണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് അബീ ദർദാ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. മറ്റു പല മുഹദ്ദിസീങ്ങളും ഇത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ട റിവായത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഹബീബ് ഞങ്ങളോട് ചോദിച്ചു. ചോദ്യമാണ് കേട്ടോ. ചോദ്യം ഒരുപാട് പ്രാവശ്യം ചോദിക്കും, ഉത്തരം ഒന്നേ ഉള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം വരുന്നിടത്ത് ആ ഉത്തരത്തെ അത്ര കണ്ട് ആകാംക്ഷയിൽ നിർത്തിയിട്ട് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആശയത്തെ ലോകത്തിന് പഠിപ്പിക്കുന്നത്. അതിനർത്ഥം ആ ഉത്തരത്തിൽ പരാമർശിക്കപ്പെടുന്ന ആശയത്തിന് അത്ര കണ്ട് പ്രാധാന്യം ഉണ്ട്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഏതായാലും ചോദ്യങ്ങൾ ഉത്തരാണ്. നോക്കിക്കോ. അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും. സ്വഹാബത്തെ, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഖൈറായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അറിയിച്ചു തരട്ടെ. ഉത്തരം പറയാവുന്നതാണ്. ഉത്തരം പറഞ്ഞില്ല. വീണ്ടും ചോദ്യം പറയുകയാണ്. വ അസ്കാഹാ ഇൻദ മലീകികും. നിങ്ങളുടെ യജമാനനായ അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ പവിത്രമായ ഒരു അമലാണത്. അമലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ചോദ്യം രണ്ടായിട്ടോ, അമല് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിങ്കൽ നിങ്ങളെ പരിഗണിക്കുന്ന പദവിയിൽ നിങ്ങൾക്ക് വലിയ ഉന്നതമായ സ്ഥാനം നൽകുന്ന ഒരു അമലാണ് ആ അമല്. ആ അമലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. 3 പ്രാവശ്യമായ ചോദ്യം. നാലാമതും ചോദിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖി. സ്വർണവും വെള്ളിയും കണക്കില്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തുകൊണ്ട് സ്വതഖാന്റെ പ്രതിഫലം ഏറ്റുവാങ്ങുന്ന ആ പുണ്യമായ അമലിനേക്കാളും കൂലിയുള്ള ഒരു അമലുണ്ട്. ഞാൻ ആ അമലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെ. ചോദ്യം 4ആയി. ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. ആ അമൽ ഏതാണെന്നുള്ളതാണ് ഉത്തരം, അത് പറഞ്ഞിട്ടില്ല. 5-മത് പറയാണ്, വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അയനാഖഹും വയദ്രിബു അയനാഖകും. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സന്നിഗ്ധ ഘട്ടത്തിൽ യുദ്ധത്തിന് പോവുകയും ആ സന്ദർഭത്തിൽ നിങ്ങൾ പടപൊരുതിയപ്പോൾ ഷഹീദാവേണ്ടി വന്നപ്പോൾ നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമല്ലോ. ആ ഷഹീദിന്റെ പദവിയേക്കാളും വലിയ പദവി നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു അമലുണ്ട്. ആ അമലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സ്വഹാബാ. നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ ആ അമലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. 5 ചോദ്യമായി. അമലിനെ കുറിച്ച് പറയാൻ പോവാ. കുഞ്ഞേ ഒരു കാര്യം പറയുന്നത്, പക്ഷെ ഇത്രയും ചോദ്യം അതിന്റെ മുഖമുരയിൽ വരുത്തിയത് ഇനി പറയാൻ പോകുന്ന അതിന്റെ ഉത്തരത്തിന്റെ പ്രാധാന്യം, ആ ആശയത്തിന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത പ്രാധാന്യം എത്രയോ എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ്. സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് പറഞ്ഞാലും ഹബീബ് പറഞ്ഞു ഒറ്റ അമലാണത്, ദിക്റുല്ലാഹ്. അതാണ് അമൽ. ആ അമൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദിക്റുല്ലാഹ്, അല്ലാഹനെ ഓർക്കുന്നത് പറയലാണ്. അല്ലാഹനെ ഓർക്കാൻ കഴിയുന്നത് മാത്രം പറയലാണ് അമൽ. എല്ലാം കണ്ടതും കേട്ടതൊക്കെ പറയലല്ല. അല്ലാഹുവേ എന്ന് വർത്താനം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും വർത്താനം.
സംസാരം അതിര് കടന്നു പോകുന്നു. സംസാരിക്കണ്ടെന്നല്ല, സംസാരം അതിര് വിടുമ്പോൾ പലതും അരുതായ്മ വരും. ശ്രദ്ധിച്ച് വർത്താനം പറയണം, ശ്രദ്ധിച്ച് വർത്തമാനം പറയണം. നിങ്ങൾ നോക്കൂ, അള്ളാഹു ഈ സൃഷ്ടിപ്പ് തന്നെ നടത്തിയിരിക്കുന്നത് എത്ര ചിന്തിക്കാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് പറയാനാണോ ഒരു നാവ് തന്നത്? അല്ല. എല്ലാവരുടെയും ഏറ്റവും വലിയ ധാർമ്മികമായ കടപ്പാട് ഒരുപാട് കേൾക്കലാണ്. മുടക്കില്ലല്ലോ. ഒരു പ്രത്യേക ഊർജം അതിനു വേണ്ടി, കേൾക്കാൻ വേണ്ടിയിട്ട് ഊർജം ചെലവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാണ്. ഞാൻ സംസാരിക്കാൻ ഒരുപാട് ഊർജം ചെലവ് ചെയ്യാം, എന്നാൽ ഞാൻ കേൾക്കാൻ ഊർജം ചെലവ് ചെയ്യുന്നുണ്ടോ? നമ്മൾ രാവിലെ മുതൽ നമ്മുടെ 2 കൈ കൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. വിറക് കൊത്തുന്നുണ്ട് ഒരാൾ. എത്ര ഊർജം ഈ 2 കൈ കൊണ്ട് അവൻ ചെലവ് ചെയ്യുന്നുണ്ട്. ഊർജം ചെലവ് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് ദുനിയാവിലെ ആരോഗ്യവും ആഖിറത്തിന്റെ നഷ്ടവും വരുത്തുന്നത്. എന്നാൽ നമ്മൾക്ക് ഒരു മുടക്കുമില്ല, ഒരു ആരോഗ്യവും ചെലവ് ചെയ്യേണ്ടതില്ല. ഒരു ആരോഗ്യം വേണ്ട, ചെവി ഇങ്ങനെ ഇരിക്കുക, ആരോഗ്യം നമ്മുടെ ചെലവാക്കാതെ ഫ്രീ ആയിട്ട് കേൾക്കാം. ഒരുപാട് കേൾക്കണമെന്ന തത്വമാണ് ദീന് പഠിപ്പിച്ചത്. ഒരുപാട് കേൾക്കണം. സൃഷ്ടിപ്പ് തന്നെ അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണെന്ന് ഖുർആൻ. വഫി അൻഫുസിക്കും, അള്ളാഹുവ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശരീരത്തിന്റെ ഘടനയിൽ പോലും അള്ളാഹിനെ കണ്ടെത്താനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താ ഇതിന്റെ അകത്ത് ചിന്തിക്കാനുള്ളത്? ഒരുപാട് പറയാനായിരുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് 2 നാവും 1 ചെവിയും തന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണോ? അല്ല. ഒരുപാട് കേൾക്കാനുണ്ട്. കേൾക്കാനുള്ളത് കൂടുതൽ കേട്ടാ മതി. ഒരുപാട്. അപ്പൊ ആരെങ്കിലും ഒക്കെ പറയാൻ വേണ്ട ഉസ്താദ്? അങ്ങനെ പറയാൻ ആരും വേണ്ട. അപ്പൊ കേൾക്കലും കുറയും. നന്മകൾ പറയുന്നിടത്ത് കേൾക്കാൻ നിൽക്കുക, അല്ലാത്തത് കേൾക്കണ്ട. ഒരുപാട് കേൾക്കാൻ നമുക്ക് എപ്പോഴും സന്നദ്ധമായി നിൽക്കുന്ന 2 കർണപുടങ്ങളെ നമുക്ക് കാണാം. ബാഹ്യകർണം ഇങ്ങനെ നിൽക്കാം. നമ്മൾ എന്തെങ്കിലും തിന്നണമെങ്കിൽ അതിനുവേണ്ടി വായ പ്രത്യേകം തുറന്നു കൊടുക്കണം. ഇത് തുറന്നു വെച്ചേക്കാം. വരുന്നത് മുഴുവൻ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഹ്യകർണം ഇങ്ങനെ വിടർന്നിരിക്കാം. എന്തൊരു അത്ഭുതകരമായ സൃഷ്ടിപ്പാണിത്. 2 ചെവി എന്തിനാ കൂടുതൽ കേൾക്കാൻ? നാവ് ഒന്നേ തന്നുള്ളൂ. എന്തേ കാരണം? കുറച്ച് പറഞ്ഞാൽ മതി. കുറച്ച് പറഞ്ഞാൽ മതി. അള്ളാഹു നമുക്ക് 1 നാവ് തന്ന് നമ്മുടെ ഭാഗ്യ. ഉത്തരവാദിത്വം കുറഞ്ഞു. 1 നാവിന്റെ കാര്യം നോക്കിയാൽ മതി. നാവ് 2 ആയിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, 2 താടയെല്ലിന്റെ ഇടയിലുള്ള ആ അവയവം കൊണ്ട് തെറ്റ് വരില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയുന്നവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ നാവ് അള്ളാന്റെ മാർഗത്തിലെ ദിക്റിലേക്ക് പോവണം. അതൊരു ശീലമാവണം. ഒരുപാട് ചോദ്യങ്ങളുടെ ഒടുവിൽ പറഞ്ഞ ഉത്തരം ദിക്റുള്ള, അള്ളാഹ്ക്ക് നിങ്ങൾ അള്ളാനെ ഓർക്കുന്ന വർത്താനം പറഞ്ഞ് ശീലിക്കലാണ്. അതാണ് ഏറ്റവും വലിയ അമല് എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞത്, ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും വർത്താനം പറയുന്നത് ഒരു ഹരമായി കൊണ്ട് നടക്കുന്ന കാര്യമാണ്. സ്ത്രീകളാണ് കൂടുതൽ പറയുന്നത് എന്നൊരു അഭിപ്രായം എനിക്കില്ല. സ്ത്രീകൾ പറയുന്നവരിൽ ഏറ്റവും 100 മാർക്ക് മേടിക്കുകയാണെങ്കിൽ 99 മേടിക്കാൻ ആണുങ്ങളുണ്ട്. ആണുങ്ങളാരാ വർത്താനം പറയാത്തവര്? പിന്നെ വർത്താനത്തിന് 2 ക്വാളിറ്റി ആണെന്നുള്ളൂ. 2 സ്ത്രീകൾ തമ്മിൽ ഒത്തുകൂടിയാൽ പറയുന്നത്, എന്നെ കേൾക്കുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത് കേട്ടോ. സ്വാഭാവികമായും 2 സ്ത്രീകൾ ഒത്തുകൂടിയാൽ അവർ പറയുന്നത് പറഞ്ഞ് നേരെ അതിര് കടന്ന് വല്ലവരുടെ കുറ്റത്തിലേക്ക് കയറും. മറ്റുള്ളവരുടെ നാട്ടുവിശേഷങ്ങളും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഗീബത്തൊക്കെ കയറി വരും, കുറ്റം പറയൽ കയറി വരും. അതിന് സാധ്യതയുണ്ട്. ഒരു സാധാരണ ഒരു നാട്ടുകിടപ്പ് പറയുന്നത്. എന്നാൽ 2 പുരുഷന്മാർ തമ്മിൽ കൂടിയാൽ മിണ്ടൂല എന്നല്ല, അവർ മിണ്ടുമ്പോൾ പൊങ്ങച്ച പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. വർത്താനം 2 രീതികളാണെന്നുള്ളൂ. വർത്താനത്തിന് കുറവൊന്നുമില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി പ്രമുഖനാണല്ലോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ചെറിയ ആളൊന്നും അല്ല. സ്വഹാബത്തിന്റെ ഇടയിലെ കാരണവരാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ദീനുമായി നമ്മുടെ നാട്ടിലേക്ക് വന്ന ആളാണ്. ചെറിയ ആളല്ല. തസവുഫിന്റെ കിതാബുകളിൽ ഈ മഹാന്റെ കഥ പറയാത്ത ഒരു കിതാബുമില്ല. അത്രത്തോളം തസവുഫിൽ മഹാന്മാരായ തസവുഫിന്റെ ഉലമാ എപ്പോഴും ഉദാഹരണമാക്കുന്നത് മാലിക് ബിൻ ദീനാർ എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയാണ്. ചെറിയ ആളല്ല. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ? ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഈ പറയുന്നത്. മഹാനവറുകൾ പറയാണ്, മല്ലം യനസ്
بحديث الله عز وجل عن حديث المخلوقين فقد قل عمله وعمي قلبه وضيع عمره. അല്ലാഹുവേ, എന്തൊരു വർത്താനായി പറഞ്ഞത്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന തസവുഫിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ മസ്മരികമായ വ്യക്തിത്വം, അത്ഭുതങ്ങൾ, തസവുഫിന്റെ ലോകത്ത് നാം ചിന്തിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയാണ് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ഇമാം ഗസാലിയുടെ ഇഹ്യായൊക്കെ എത്രയായി മഹാനെ കുറിച്ച് പറയുന്നത്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യനിൽ 3 നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്ന്, അവന്റെ അമൽ ഒരുപാട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അമലിന് ഖബൂലിയത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമതൊരു മനുഷ്യനിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഒരു പ്രയാസം, ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോകും, ഹൃദയത്തിന് അന്ധത ബാധിക്കും. അന്ധൻ എന്ന് പറഞ്ഞാൽ എന്താ? തൊടാനും പിടിക്കാനും പാടില്ലാത്തൊക്കെ പോയി തൊടാൻ സാധ്യത ഉള്ളവനാ അന്ധൻ. കാരണം എന്താ? അന്ധത എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചയില്ലായ്മ എന്ന് പറഞ്ഞാൽ അവന് പിന്നെ കാഴ്ച ഉണ്ടെങ്കിലാണല്ലോ തീയും വെള്ളവും ഒക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അന്ധത ബാധിച്ച മനസ്സെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഇറങ്ങിപ്പോകുന്ന മനസ്സാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് സ്വീകാര്യത കുറയുകയും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈമാൻ ഇറങ്ങിപ്പോവുകയും അതുപോലെ തന്നെ നമ്മളുടെ ആയുസ് പാഴാവുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം എല്ലാവരിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രവർത്തനം കൊണ്ട് ഈ 3 നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത്. ആ ഒറ്റ പ്രവൃത്തി കൊണ്ട് 3 നഷ്ടങ്ങളാ വരാൻ പോകുന്നത്. കേട്ടോളൂ, ഒന്നും കൂടി പറയാം. മഹാനവറുകൾ പറയുന്നു, ഒരു മനുഷ്യന്റെ അമലിന്റെ സ്വീകാര്യത നഷ്ടപ്പെടും, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടും, ഒരു മനുഷ്യന്റെ ആയുസ് പാഴായി തീരും. ഒറ്റ പ്രവൃത്തി ഉണ്ടെങ്കിൽ ഏതാണ് ആ പ്രവൃത്തി? ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മല്ലം യഅ്നസ് ബിഹദീസില്ലാഹി അൻ ഹദീസിൽ മഖ്ലൂഖീൻ. അള്ളാഹുവിന്റെ ഹദീസ്, അള്ളാഹുവിന്റെ വർത്തമാനം, അള്ളാഹുവിന്റെ ദിക്റുകള്, പടച്ചവനെ ഓർക്കാൻ കഴിയുന്ന വാക്കുകള്, അള്ളാഹനെ ഓർക്കാൻ കഴിയുന്ന അമലുകള്, ആ അമലുകളെക്കാളും ഒരാൾക്ക് സന്തോഷം നാട്ടുകാരുമായി വർത്താനം പറയുന്നോടത്താണ് എങ്കിൽ ഉറപ്പിച്ചവന് 3 നഷ്ടമുണ്ട്. ഒന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാന്റെ വെളിച്ചം പോകും. രണ്ടാമത് അവന് സംഭവിക്കാൻ പോകുന്നത് അവന്റെ അമലുകളുടെ ഖബൂലിയത്ത് കുറയും. അതുപോലെ തന്നെ അവന്റെ ആയുസ് പാഴാവുകയും ചെയ്യും. ഇങ്ങനെ 3 നഷ്ടങ്ങൾ വരാൻ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ പറഞ്ഞത്? അള്ളാഹനെ ഓർക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് മഗ്രിബ് കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതാ എന്നുള്ളത്. മഗ്രിബ് കഴിഞ്ഞവർ 1000 സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിക്കുക. അള്ളാഹനെ ഓർക്കാൻ പറ്റുന്ന കാര്യമല്ലേ? മഗ്രിബ് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ തീരുമാനിക്കുക. ഇങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുള്ള അമലിന് കിട്ടുന്ന സന്തോഷത്തെക്കാളും സന്തോഷം അല്ല. എന്റെ കൂട്ടുകാരന്മാർ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്നതാ. അവരിതാ പള്ളിയുടെ വാതൊക്കെ നോക്കിക്കാൻ. അൽവാഖിഅ ഞാൻ പതിവായി ഓതുന്നത് മഗ്രിബിന്റെയും ഇശയുടെ ഇടയിലാണെങ്കിൽ ഇപ്പൊ ഇന്നലെ ഇനിയിപ്പോ അടുത്ത ആഴ്ച ഓതാം, കുഴപ്പമില്ല. അൽക്കഹഫ് ഓതാം. ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, അൽക്കഹഫ് ഓതണം. അല്ല, അപ്പൊ അവനവിടെ നോക്കിക്കാണല്ലോ. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷത്തെക്കാളും നാം പ്രാധാന്യം കൊടുക്കുന്നത് ആളുകളോട് വർത്തമാനം പറയാൻ നമ്മുടെ നാവ് ചെലവ് ചെയ്യുന്നോടത്താണ് എങ്കിൽ ഉറപ്പിച്ചോ, നമുക്ക് 3 നഷ്ടമുണ്ട്. ഒന്നാമത്തെ നഷ്ടം നമ്മളുടെ അമലിന്റെ സ്വീകാര്യത കുറയുകയാണ്. രണ്ടാമത്തെ നഷ്ടം നമ്മുടെ മനസ്സിൽ നിന്നും ഈമാന്റെ വെളിച്ചം പോവലാണ്. മൂന്നാമത്തെ നഷ്ടം നമ്മുടെ ആയുസ് പാഴാവലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാനായ സ്വഹാബി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദിക്ർ ചൊല്ലുന്നോടത്തേക്ക് നാവിനെ പിടിച്ചു കെട്ടാൻ കഴിയണം. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പൊരുത്തമുള്ളത് മാത്രം പറയുന്ന ഒരു പരിശീലനം. അള്ളാഹനെ ഓർക്കാൻ കഴിയുന്നതും അള്ളാഹ്ക്ക് പൊരുത്തമുള്ളത് പറയാൻ കഴിയുന്നതുമായ ഒരു പരിശീലനം നമുക്ക് നിർബന്ധമാണ്. അതിന് ഏറ്റവും നല്ല എളുപ്പ വഴി സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ മതി. സ്വലാത്ത് ചൊല്ലി അവസാനം ആ നാവ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുള്ളൂ. അത് സ്വലാത്തിന്റെ ഒരു കറാമത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമയം സുദീർഘമായി കൊണ്ടിരിക്കുക, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാണ്. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും പവറുള്ള 3 അമലുകളെ കുറിച്ച്. ഏറ്റവും പവറുള്ള 3 അമല്. അത് വലിയൊരു പ്രയാസമാണ് ആ അമല് ചെയ്യാൻ.
ഏറ്റവും പവറുള്ള 3 അമലിനെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചു. വലിയ പ്രയാസാണ് 3 അമൽ ചെയ്യാൻ. കേട്ടോളൂ. عن أبي جعفر رضي الله عنه أنه قال رسول الله صلى الله عليه وسلم أشد الأعمال ثلاثة. ഏറ്റവും ശക്തിയുള്ള പവറുള്ള 3 അമലുകൾ. ഒന്നാമത്തേത് സ്വാർത്ഥത മറന്നുകൊണ്ട് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്വഭാവം. നീതിക്ക് വേണ്ടി നിലകൊള്ളാം. ഒരിക്കൽ PMS പൂക്കോയ തങ്ങളും ബാഫക്കി തങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് പാണക്കാട്ട് സയ്യിദന്മാർക്ക് ജാമിയ നൂരിയയില് ഒരു പ്രത്യേകമായ ആ കുട്ടികൾ അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകമായ ഭക്ഷണത്തിന്റെ ഒരു സംവിധാനം വേറെ വെക്കണമെന്ന് ചോദിച്ചപ്പോ സയ്യിദ് PMS പൂക്കോയ തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും പറഞ്ഞത് അത് വേണ്ട എന്നാണ്. ആ ഒരു പരിഗണന വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രത്യേകം നൽകേണ്ടതില്ല, അവരുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് ഒരു പ്രത്യേക പരിഗണന നൽകണോ എന്ന് ചോദിച്ചു കൊടുത്ത് അവർ സ്വാർത്ഥത മറന്നുകൊണ്ട് നിലപാട് കൃത്യവും സത്യസന്ധവുമായി അറിയിച്ചു എന്നുള്ളതാണ്. അല്ലാഹു ആ മഹാന്മാരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞത് എന്താ? ഒരു മനുഷ്യൻ സ്വാർത്ഥത മറന്നുകൊണ്ട് നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് ഏറ്റവും ശക്തിയായ അമലാണിത്. അങ്ങനെയാണ് മഹാന്മാരായ ഖലീഫമാർ അവരുടെ മക്കൾ തെറ്റ് ചെയ്തപ്പോൾ രാജ്യത്തിന്റെ പൊതു നിയമമനുസരിച്ച് നടപ്പാക്കേണ്ട ശിക്ഷ നടപ്പാക്കിയപ്പോൾ ഒരിക്കലും അവരുടെ മനസ്സിൽ യാതൊരുവിധ സങ്കോചവുമില്ലാതിരുന്നത് ഈ ഒരു ശക്തമായ അമല് അവരുടെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. ഏതാണ് അമല്? സ്വാർത്ഥത മറന്നുകൊണ്ട് നീതിക്ക് വേണ്ടി നിലകൊള്ളുക. സ്വന്തം നഷ്ടങ്ങളൊക്കെ അതിൽ സംഭവിക്കും, അതൊന്നും പരിഗണിക്കുകയല്ല. രണ്ടാമത്തെ ശക്തമായ അമൽ ഏതാ? രണ്ടാമത്തെ അമല് സാമ്പത്തിക ഇടപാടിൽ തന്റെ സഹോദരനുമായുള്ള സാമ്പത്തിക വിഷയത്തിൽ സത്യസന്ധത പാലിക്കുക, തുല്യത കാണിക്കുക. ഇത് ശക്തമായ ഒരു അമല. പൈസയുടെ കാര്യത്തില് നമുക്ക് നമ്മുടെ ഏറ്റവും മാന്യമായ പ്രകടനം ഉണ്ടായേ പറ്റൂ. രണ്ടാമത്തെ അമൽ അതാണ്. മൂന്നാമത്തെ അമല് കേട്ടോളൂ. മൂന്നാമത്തെ അമല് ദിക്റുല്ലാഹ്. അള്ളാനെ ഓർക്കാനും അള്ളാഹ്ക്ക് പൊരുത്തമുള്ളത് പറയാനും കഴിയുന്ന വർത്തമാനം ശീലിക്കലാണ്, ദിക്റുകൾ ചൊല്ലലാണ്. മൂന്നാമത്തെ ശക്തമായ അമല് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിന്തിച്ചു നോക്കണേ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ആലോചിക്കാനുണ്ട്. നമ്മുടെ നാവിനെ നമ്മൾ പിടിച്ചു കെട്ടിയില്ല എങ്കിൽ എന്താ സംഭവിക്ക? ഈ നാവ് അലക്ഷ്യമായി യാത്ര ചെയ്താൽ എന്താ സംഭവിക്ക? നമ്മുടെ ആഖിറം നഷ്ടപ്പെടലാണ്. നമ്മുടെ ദുനിയാവിൽ നമുക്ക് പല നിലക്കുള്ള ബറക്കത്ത് കേടുകൾ വരലാണ്. ഒരു മഹാനായ ആലിമിനെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്, ഒരു സൂഫിയെ കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്ക്. അവരെത്രയാ വർത്താനം പറയാ, അവരിങ്ങനെ വളരെ തുച്ഛമായത് പറയാം. പറയുന്നതിന് 1000 അർത്ഥങ്ങളും ഉണ്ടാവും. ആ നിലക്കാണ് അവരുടെ വർത്താനം. ഇദാ തമ്മഅഖുൽ മർഇ ഖല്ലാ കലാമുഹു. മഹാന്മാര് പറയാണ്, ഒരു മനുഷ്യന്റെ ബുദ്ധി പൂർണ്ണമായാൽ അവന്റെ വർത്തമാനം കുറയുമത്രേ. ബുദ്ധിമാന്റെ ലക്ഷണം അവന്റെ വർത്താനത്തിൽ നിയന്ത്രണം ഉണ്ടാവും. എങ്ങനെ നിയന്ത്രിക്കുന്നു? ഈ പറയാൻ പോകുന്നത് അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതാവും വേണം. ഞാൻ ഈ പറയുന്നത് കൊണ്ട് എനിക്ക് ആഖിറത്തിൽ ഗുണവും വേണം. അങ്ങനെ ഉള്ളതേ ഞാൻ പറയൂ എന്ന പ്രതിജ്ഞ, അതാണ് ബുദ്ധിമാൻ. അപ്പൊ ആ പറയുന്നത് ദിക്റാണ്. അള്ളാഹനെ ഓർക്കുന്നത് അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതും പറയലാണല്ലോ ദിക്ർ. അപ്പൊ ദിക്റായി വരും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ബുദ്ധിമാന്മാർ ചിന്തിക്കുന്നവർ ആരാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും സർവസമയങ്ങളിലും അല്ലാഹുവുമായുള്ള ഓർമ്മയുടെ ബന്ധമുള്ളവരാരോ അവരാണ് ബുദ്ധിമാന്മാർ. ബുദ്ധിയുള്ളവർ അല്പമേ പറയൂ. അല്പം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് പറയുന്നത് കൊണ്ട് ഗുണമുണ്ടാവണം, അള്ളാഹിന്റെ പൊരുത്തം ഉണ്ടാവണം എന്ന അവസ്ഥയിൽ സംസാരത്തിൽ പക്വതയുള്ളവരാണ്
ബുദ്ധിമാന്മാർ എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു വർത്താനം പറഞ്ഞാലോ, അവൻ പറയുന്ന കാര്യം ഹക്കിന്റെ മേൽ ഹക്കുമായിരിക്കും, സത്യത്തിന്റെ മേൽ പിന്നെയും സത്യമായിരിക്കും. മറ്റുള്ളവർ സത്യം പറയാൻ വരെ നിർബന്ധിതരായി തീരുകയും ചെയ്യും. അത്രത്തോളം ഹക്ക് കൊണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന വർത്താനായിരിക്കും അവർ പറയാം. അദ്ദേഹത്തിന്റെ വർത്താനത്തിന്റെ മുകളിൽ എന്തപ്പം നുണ പറയാൻ പറ്റാത്ത വിധത്തിൽ സംസാരം കൊണ്ട് ലോക്ക് ചെയ്യാൻ കഴിയുന്ന വിധം ആത്മവിശുദ്ധി കൈവരിച്ചവരായിരിക്കും ആ ബുദ്ധിമാന്മാർ. ഇതൊക്കെ ദിക്റിന്റെ രഹസ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ദിക്ർ ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ചേരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.